ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ എല്ലാവർക്കും മായാവി ട്രേഡിങ്ങിലേക്ക് സ്വാഗതം. ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. റിയൽ എമൗണ്ട് കൊണ്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ഡെമോ അക്കൗണ്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഒരു കോൺഫിഡൻറ്റ് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ ഓടുന്ന വണ്ടിയിൽ ചാടിക്കേറിയ പോലെ ആയിരിക്കും, ബാലൻസ് കിട്ടാതെ വീണു പോകും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെക്കമെൻഡ് വീഡിയോ ആണ്. ചിലപ്പോൾ നിങ്ങളിലെ ഓരോ ആൾക്കാരും ഇങ്ങനെയൊരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചേക്കാം. പക്ഷേ ഇതിലെ കണ്ടന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. പക്ഷേ ഒന്നും കൂടെ ഞാനത് റിപ്പീറ്റേഷൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കത് അറിഞ്ഞത് ഞാനൊന്നും കൂടെ ഓക്കെ, സെയിം ലൈക്ക് റിപ്പീറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഓവർ ട്രേഡിങ്ങിനെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ ഇന്നും എനിക്ക് ഓവർ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് പോലും പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഓവർ ട്രേഡിങ് ടെൻഡൻസി ചില സമയങ്ങളിൽ ഇങ്ങനെ നമ്മുടെ ഇടയിൽ വന്നുകൂടും. പക്ഷേ ആർക്കെങ്കിലും ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഓക്കെ, നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ ഒരു സിസ്റ്റമാറ്റിക് മതി നിങ്ങൾക്ക് വിന്നാവാൻ വേണ്ടിയിട്ട്, സക്സസ്ഫുള്ളായി ട്രേഡർ ആവാൻ വേണ്ടി, സസ്റ്റൈനായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സ്ട്രാറ്റജീനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റൈലിനെ കുറിച്ചോ ഒന്നുമല്ല, നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് റൂൾസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ മായാവി ട്രേഡിംഗ് ആണ്, കോട്ടക്സ് അതുപോലെ തന്നെ ബിനോമോ, ഇതിൽ രണ്ടിലും ട്രേഡ് ചെയ്യുന്നു. നമുക്ക് കോട്ടക്സിൻ്റെ ആയാലും ബിനോമിൻ്റെ ആയാലും നിങ്ങൾക്ക് നമ്മളോടൊപ്പം നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് VIP ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് ചേരുക. ഇവിടെ നല്ല തണുപ്പാണ്, ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, നല്ല തണുപ്പാണ്. റൂം ഹീറ്റർ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രീത്ത് എടുക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. ഞാൻ പല വീഡിയോയിലും കാണിക്കുന്നതാണ്. ഇതാണ് ടെലിഗ്രാം ഗ്രൂപ്പ്. ഓക്കെ, നമ്മൾ സാധാരണ ടെലിഗ്രാം ഗ്രൂപ്പ് പോലെയല്ല, അല്ലെങ്കിൽ VIP ഗ്രൂപ്പ് പോലെയല്ല. ഓരോ സിഗ്നൽ ഇട്ടാലും നമ്മൾ വിന്നാണോ ലോസ് ആണോ എന്നൊക്കെ ചോദിക്കും. കാരണം ഇപ്പോൾ എനിക്ക് വിന്നായി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ചിലർക്ക് എനിക്ക് ലോസ് ആയിരിക്കും, ഗ്രൂപ്പിലുള്ളവർക്ക് വിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. ആ ലോസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ വിന്നാക്കാനും പറ്റും. കണ്ടോ, ഓൾ ആർ വിൻ ചോദിക്കുകയാണ്, അതിൻ്റെ മെസ്സേജ് വരും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ട്രേഡിങ് അതിൻ്റെ കൂട്ടവും കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, ഇതൊന്ന് വേണമെങ്കിൽ കേട്ട് നോക്കിയോ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഓരോ സിഗ്നലിലും നിങ്ങളോട് വിന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ റിപ്ലൈ എനിക്ക് വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക്, ചില മെമ്പേഴ്സിന് മറ്റേ നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ എന്തോ പ്രശ്നമുണ്ട്. എൻട്രി ചെയ്യുന്ന സ്ഥലം മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാനിത് ക്യാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ സിഗ്നൽ തരുന്നത്. അങ്ങനെ ആകുമ്പം കണ്ടോ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ്, അല്ലാതെ വെറുതെ സിഗ്നൽ കൊടുത്ത് അങ്ങോട്ട് പോവുകയല്ല ചെയ്യണത്. മനസ്സിലാവുന്നുണ്ടോ? പ്രോഫിറ്റ് ആയില്ല, പിന്നെ 31 പ്രോഫിറ്റായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇത് മുഴുവനും അതേപോലെ നമ്മൾ ഓരോരോ മണി മാനേജ്മെൻറ്റിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പിൽ അതേപോലെ 6 ട്രേഡ് എടുത്തു, 6 പിന്നെ. ഓക്കെ, ഇതുപോലുള്ള നമ്മളിങ്ങനെയാണ് ട്രേഡിങ്ങിൻ്റെ കാര്യം. വാച്ച് ലിസ്റ്റ് ഉണ്ടാവും. അല്ലാതെ വെറുതെ ഒരു കോയിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളത് തപ്പിപ്പിടിപ്പിക്കുമ്പോഴത്തേക്കും ഞാനിവിടെ ട്രേഡ് കഴിയുന്ന പരിപാടിയൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കിവിടെ വാച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ടാവും. പിന്നെ ഇത് വിന്ന് മാത്രമുള്ള ഗ്രൂപ്പൊന്നുമല്ല. ഇതിൽ ചിലപ്പോൾ ഒരു സിഗ്നൽ ലോസൊക്കെ വരും. പക്ഷെ ഒരു സിഗ്നൽ ലോസ് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ അടുത്ത സിഗ്നൽ തന്ന് വിന്നാക്കി റിക്കവർ തന്നിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇതുണ്ടോ, 6 ട്രേഡ് എടുത്തു, 2 ലോസ്, 4 വിന്ന്. നോക്കിയേ, വിന്ന് കാണിച്ചു തരാം. വിന്ന് അടുപ്പിച്ച് 3 വിന്ന്. കണ്ടോ, ഇവിടെയാണ് ലോസ് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലാസ്റ്റ് സെക്കൻഡ് ലോസ് വന്നു. ഒരു ലോസ് വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? അടുപ്പിച്ച് വിന്ന് അങ്ങോട്ട് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? എന്നാലേ ഇത് പ്രോഫിറ്റിലേക്ക് വരുള്ളൂന്നേ. അല്ലാതെ
ഒരു ലോസ് വന്നു, ഒരു വിന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ലോസിൽ അങ്ങോട്ട് നിർത്തി. അതൊന്നും ലോസിൽ നിർത്തുന്ന ഒരു പരിപാടിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ താല്പര്യമുള്ളവർ എന്താ 10 സിഗ്നൽ എടുത്തു, ഒരെണ്ണം ലോസ്. ഈ ലോസ് ലാസ്റ്റിലാണോ വന്നേ നോക്കി ഉണ്ടോ? എന്താ? അപ്പോൾ ഇതാണ് ഓക്കെ. അതേപോലെ നമുക്ക് അഡ്വാൻസ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ചേരുന്ന VIP ഗ്രൂപ്പിൽ ചേരുന്നവർക്കൊക്കെ അഡ്വാൻസ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യാം ഫ്രീ ആയിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതങ്ങോട്ട് പോട്ടെ, അതിനെക്കുറിച്ച് അധികം പറയണ്ട. ഓക്കെ, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, ആരെയും കമ്പലിങ് ഇല്ല, ഇതൊന്നുമില്ല. ഓക്കെ, ദയവ് ചെയ്തിട്ട് വായ്പയും കാര്യങ്ങളൊന്നും മേടിച്ചിട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണ്? ഒരു സക്സസ്ഫുള്ളായുള്ള ട്രേഡറായിട്ട് മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓവർ ട്രേഡ് ഒഴിവാക്കുന്ന, ഓവർ ട്രേഡിനോട് നമുക്ക് ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ട്, അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് എങ്ങനെ നമുക്ക് നിലനിൽക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു കാൽക്കുലേഷൻ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സൽ എടുക്കുകയാണ്. ഓക്കെ, ഇതൊരു എക്സൽ ഷീറ്റാണ്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, എന്നാലും ബോറടിപ്പിക്കില്ലാത്ത വിധത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ആരെങ്കിലും പറയുകയാണ് ഇതെന്തിനാടാ വലിച്ചു നീട്ടുന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് പറയുന്ന വ്യക്തികളോട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണ്ട. ഓക്കെ, നമ്മളിങ്ങനെ പതുക്കെയൊക്കെ പറഞ്ഞ് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തമാശകളൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഉള്ളൂ. കാരണം വെച്ചാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ജയിൽ പോലെയാണ്. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും എന്താ പറയുക, ഹൗസ് അറസ്റ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ തടങ്കിൽ ഇരുന്നിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന പോലെയാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്, ഒരു അത്രയും ഫ്രസ്ട്രേഷനിൽ. അപ്പോൾ നമുക്കിതൊക്കെ ഉള്ളൂ. ഓക്കെ, അതിൽ പണം കിട്ടിയിട്ടൊന്നും ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഹൗ ടു അവോയ്ഡ് ഓവർ ട്രേഡ്, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് എങ്ങനെ നിൽക്കണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് എന്താണ്? ഡെയിലി പ്രോഫിറ്റ്. ഓക്കെ, ഡെയിലി പ്രോഫിറ്റ്. ഓക്കെ, ഡെയിലി പ്രോഫിറ്റ് I want 1000 rupees ഞാൻ ഫിക്സ് ചെയ്തു. ഓക്കെ, ഇതാണ് ഞാൻ ഫിക്സ് ചെയ്തു. എൻ്റെ ഡെയിലി പ്രോഫിറ്റ് 1000 rupees ആണ്. ഞാൻ എക്സാമ്പിൾ പറയണേ. എന്തൊക്കെ കളിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇനി 2000 രൂപേൻ്റെ പ്രോഫിറ്റ് വരുന്ന അല്ലെങ്കിൽ അടിപൊളി സിഗ്നൽസും അടിപൊളി ഇതാണെങ്കിൽ പോലും, മായവി ട്രേഡിംഗ് തരുന്ന സൂപ്പർ സിഗ്നലാണെങ്കിൽ പോലും ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത് എൻ്റെ പ്രോഫിറ്റ് 1000 rupeesനാണ്. ഗോട്ട് ഇറ്റ്? എൻ്റെ ഡെയിലി പ്രോഫിറ്റ് 1000 rupees. എൻ്റെ ഡെയിലി ലോസ് 500 rupees. ഇനി എന്തൊക്കെ മാർക്കറ്റ് ഇതായിക്കോട്ടെ, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി വന്നോട്ടെ, ഞാൻ ലോസായി, 2 ലോസായി, 3 ലോസായപ്പോഴത്തേക്കും $500 രൂപയായി. ഓക്കെ, $500 5 രൂപയോ 50,000 രൂപയോ എന്തും ആയിക്കോട്ടെ എൻ്റെ ലോസ്. ഓക്കെ, അതായി. അതിൻ്റെ അത് ആ ലോസ് വന്നതിന് ശേഷം അടുത്ത സിഗ്നൽ അല്ലെങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റി അപ്പിലേക്ക് വന്ന് നല്ല സൂപ്പർ ഓപ്പർച്യൂണിറ്റി കിടക്കുന്നുണ്ട്. ഞാൻ എടുക്കൂല. എൻ്റെ ലോസ് ഇവിടെ ടച്ച് ചെയ്തു, ഞാൻ അവിടെ നിർത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ 10,000 നിങ്ങളുടെ എന്താ പറയുക ഇതെങ്കിൽ, ഡെയിലി പ്രോഫിറ്റ് എങ്കിൽ എന്തായിരിക്കണം നിങ്ങളുടെ ലോസ്? 5000 രൂപ. 1,00,000 രൂപയാണെങ്കിൽ 50,000 രൂപ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ, ഇതിൻ്റെ ഫോർമുല എന്താണ്? 1:2. ഇതെന്താ 0 ഒന്നൂടെ? ഓക്കെ, എന്തെങ്കിലും പോട്ടെ. ഓക്കെ, 1:2. ലോസ് 500, വിൻ 1000. ലോസ് 1 lakh, സോറി, ലോസ് 50,000, വിന്ന് 1 lakh. അപ്പോൾ ഞാനൊരു 10 ദിവസം ട്രേഡ് ചെയ്യാൻ പോവാണ്. കേൾക്കണം, ഞാൻ 10 ദിവസം ട്രേഡ് ചെയ്യാണ്. ഏതുകൊണ്ട്? ഞാൻ ഇതിൽ മുറുക്കി പിടിച്ചേക്കണം. ഈ ഒരു ഇതിൽ ഞാൻ മുറുക്കി പിടിച്ചു. ഓക്കെ, ഇതിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ആണ്. ഈ ഒരു ഇതിൽ നിന്ന് ഞാൻ ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ഈ ഒരു ഫോർമുല ഞാൻ ചേഞ്ച് ചെയ്യില്ല. ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് ട്രേഡ് ചെയ്തു. ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഇതാക്കിയിട്ട്
ഇതെല്ലാം കൂടി ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഡേയിൽ ഞാൻ ട്രേഡ് ചെയ്തു. ഓക്കെ, ഞാൻ എന്തായാലും പ്രോഫിറ്റ് നേടും, അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ ഫസ്റ്റ് ഡേയിൽ ഞാൻ ട്രേഡ് ചെയ്തു. ഞാൻ സെൽഫ് ട്രേഡിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡേയിൽ എനിക്ക് ലോസാണ് വന്നത്. ഞാൻ എൻ്റെ ഇതെത്രയാണ്, ഈ 10,000 ഇതൊക്കെ പോട്ടെ, നമ്മൾ പത്ര പൈസയൊന്നും ഇല്ല. ഓക്കെ, നമ്മുടെ ക്യാപിറ്റലൊക്കെ വളരെ കുറവാണ്. എൻ്റെ 1000 രൂപ പ്രോഫിറ്റും, ഒരു ദിവസത്തെ പ്രോഫിറ്റ് 1000 രൂപയാണ്, ഒരു ദിവസം ലോസ് 500 രൂപയാണ്. ഞാൻ വലിയ കാര്യത്തിൽ ഫസ്റ്റ് ഡേയിൽ അങ്ങോട്ട് ട്രേഡ് ചെയ്തപ്പോൾ എനിക്ക് ലോസ് വന്നു. ഡേ ടോട്ടൽ ലോസ് എത്രയായി, 500 റുപ്പീസ് മൈനസ്. മനസ്സിലായോ? ഓക്കെ, സെക്കൻഡ് ഡേ ഞാൻ ട്രേഡ് ചെയ്തു. ഓക്കെ, വിന്നായി. ഓക്കെ, തേർഡ് ഡേ ഞാൻ ട്രേഡ് ചെയ്തു. അപ്പോൾ എത്ര, ഇവിടെ 1000 രൂപയായി കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ ടോട്ടൽ എത്രയാണ്, ഇവിടെ എത്രയാണ്, 500 രൂപ എനിക്ക് ഞാനിപ്പോൾ പ്രോഫിറ്റിലാണ് കിടക്കണേ. ഇവിടെ നോക്കണേ നിങ്ങൾ കേട്ടോ, ഈ ടോട്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത് നോക്കണേ. ഇവിടെയല്ല, ഇവിടെ നോക്കിയാൽ ഇവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഇനി എത്ര അവശേഷിക്കുന്നുള്ളത്. ഓക്കെ, തേർഡ് ഡേയിൽ ഞാൻ ട്രേഡ് ചെയ്തു, ഞാൻ പ്രോഫിറ്റിൽ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്നാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് ഡേ അങ്ങോട്ട് പ്രോഫിറ്റ് അങ്ങോട്ട് ഇട്ടാൽ പോരെ, പിന്നെ പ്രോഫിറ്റിൽ തന്നെയല്ലേന്ന്, അല്ലേ? അവിടെയാണ് 4ാമത്തെ ദിവസം ഞാൻ ട്രേഡ് ചെയ്തു. വേണ്ടടാ ലോസ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ലോസ് നമുക്ക് റിക്കവർ ചെയ്യാം 100%. ഓക്കെ, എൻ്റെ ടാർഗറ്റ്, എൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, 1000 റുപ്പീസ്. എൻ്റെ ലോസ് എത്രയാണ്, 500 റുപ്പീസ്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല കേട്ടോ. ഞാൻ 5ാമത്തെ ദിവസം നന്നായിട്ട് അങ്ങോട്ട് പരിശ്രമിച്ചിട്ട് ഇരുന്ന് ഞാൻ അങ്ങോട്ട് ട്രേഡ് ചെയ്തു. ഞാൻ ലോസ് വരുത്തി. പ്രോഫിറ്റ് വരുത്തേണ്ട ആളാണ് ഞാൻ ലോസാവുന്നത്. നോക്കിക്കേ. ശരി, എന്നാൽ 2 ദിവസം ലോസായി 500 റുപ്യ പോയത്. ഒറ്റ ദിവസം പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ലാഭം കിട്ടുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആ ലോസ് അങ്ങോട്ട് റിക്കവർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ട്രേഡ് ചെയ്തു. കിടക്കണു ലോസ്. എത്രയായി, 3 ദിവസം, ആകെ 6 ദിവസത്തിൽ അടുപ്പിച്ച് 3 ദിവസം അങ്ങോട്ട് ലോസ് അങ്ങോട്ടായി. നോക്കണേ, 7ാം ദിവസം വന്നു, മനസ്സാകെ എന്താ പറയുക, ഇതായി ഡെസ്പായി. ഓക്കെ എന്ന് വെച്ച് ഞാൻ പിന്നെയും ട്രേഡ് ചെയ്തു, എനിക്ക് പിന്നെ കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? 8ാമത്തെ ദിവസം ഞാൻ ട്രേഡ് ചെയ്തു. എൻ്റെ ഡെയിലി പ്രോഫിറ്റ് എത്രയാണ്, 1000 രൂപ. അത്രയേ ഉള്ളൂ നമ്മൾ. ഓക്കെ, എനിക്ക് പിന്നായി 2000, 3000, 4000 ഒക്കെ അന്നത്തെ ആ ദിവസം, ചിലപ്പോൾ 8ാമത്തെ ദിവസം എനിക്ക് കിട്ടേണ്ടതാണ്. ഞാൻ നിന്ന് കഴിഞ്ഞാൽ അതിലൊന്നും എൻ്റെ ഇത് പോയില്ല. എൻ്റെ 1000 കിട്ടിയോ, എൻ്റെ ലിമിറ്റ് കിട്ടിയോ, എൻ്റെ ലിമിറ്റ് വന്നോ, 1000 രൂപയായോ, ഞാൻ അവിടെ നിർത്തി. മനസ്സിലാവുന്നുണ്ടോ? 9ാം ദിവസം എന്തായാലും കിട്ടിയല്ലോ, എന്നാൽ ശരി. 9ാമത്തെ ദിവസം കുറച്ച് അഹങ്കാരം മനസ്സിൽ കയറിയിട്ട് അങ്ങ് ട്രേഡ് ചെയ്തു. 2 ദിവസം അടുപ്പിച്ചിട്ട് കിട്ടിയതല്ലേ, പ്രോഫിറ്റ് കിട്ടിയതല്ലേ, വേണ്ട കിടക്കണോ ലോസ്. നോക്കിയേ. ഓക്കെ, എന്നാൽ പിന്നെ ഈ ലോസിനെങ്കിലും റിക്കവർ ചെയ്തിട്ട് നമുക്ക് ഈ 10ാമത്തെ ദിവസം അങ്ങോട്ട് നിർത്താമെന്ന് വിചാരിച്ച് ഞാൻ ട്രേഡ് ചെയ്തേ. അപ്പോഴും ചെയ്യേണ്ട കിടക്കണം ലോസ്. നോക്കിയേ, ഇത് ഫ്രണ്ട്സ്, ഇനി തമാശകളൊക്കെ മാറ്റുക, സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് നോക്കി. ഞാൻ 10 ദിവസം ഞാൻ ട്രേഡ് ചെയ്തു, അല്ലേ? 10 ദിവസം ഞാൻ ട്രേഡ് ചെയ്തു. ഞാൻ ആകെ എനിക്ക് വിന്നായത് 1, 2, 3, 4 ദിവസം. വെറും 4 ദിവസമേ ഞാൻ വിന്നായുള്ളൂ. ഞാൻ 6 ദിവസം 1, 2, 3, 4, 5, 6 6 ദിവസം ഞാൻ ലോസിലാണ് പോയത്. നോക്കിക്കേ, ലോസല്ലേ എൻ്റെ കൂടുതൽ, വിന്നിനേക്കാട്ടും കൂടുതൽ എനിക്ക് ലോസല്ലേ വന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഈ ഒരു തിയറി, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഫോർമുല ഞാൻ ഞാൻ പിടിച്ചതുകൊണ്ട്, ഞാനിത് ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ പ്രോഫിറ്റിലാണ് ഫ്രണ്ട്സ്. നോക്കിക്കേ, ഞാൻ പ്രോഫിറ്റിലാണ്, അല്ലേ? എത്ര ലോസ് വന്നാലും എൻഡ് ഓഫ് ദ ഡേ 10ാമത്തെ ദിവസം ഞാൻ സീറോയിലല്ല, ഞാൻ മുതലിലല്ല, ഞാൻ ലോസും ഇല്ല പ്രോഫിറ്റിലും അല്ലാത്തതല്ല. ഞാനിവിടെ എന്തായി, ഞാനിവിടെ പ്രോഫിറ്റിലായി.
മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് തലയിൽ കയറി എന്തെങ്കിലും? അത് നിങ്ങൾക്ക് ചിലവർക്ക് അറിയാട്ടോ, ഞാൻ മോശമായിട്ട് പറയുന്നതല്ല. ഇപ്പം മനസ്സിലായോ? ഇവിടെയാണ് നിങ്ങൾ ഈ ഒരു ഫോർമുല 1:2, 1:3 എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച നിങ്ങൾ ഫോളോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 1:2.5 വെക്ക്. മനസ്സിലായോ? ഇതിന് 1:3 വെക്ക്. പക്ഷെ ആദ്യത്തെ ആ ഒരു ഇത് നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ എത്രയും മുടക്കി, ആ മുടക്കിയ ക്യാപിറ്റൽ തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് വരെ നിങ്ങൾ ഇത് ഫോളോ ചെയ്യും. ഇത് നോക്ക് നിങ്ങൾ. 10 ദിവസം ഞാൻ ട്രേഡ് ചെയ്തു, അതിൽ 6 ദിവസം ഞാൻ ലോസിലാണ്. വെറും 4 ദിവസത്തെ പ്രോഫിറ്റ് കൊണ്ട് ഞാൻ ടോട്ടൽ നോക്കുമ്പോൾ ഞാൻ 1000 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പ്രോഫിറ്റ് എൻ്റെ കയ്യിൽ കിടക്കുകയാണ്. ഇത് ഞാൻ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്തായിരുന്നു പ്രശ്നം വരിക? ഇത് ഞാൻ ഫോളോ ചെയ്തില്ല എന്നെങ്കിൽ എൻ്റെ ലോസ് ചിലപ്പോൾ 1000, 1500, 2000 ആവും. എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം വളരെ കുറഞ്ഞതായിട്ട് ഞാൻ പെട്ടെന്ന് അത് എടുക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അവസാനം ഇവിടെ വരുമ്പോൾ വലിയൊരു ലോസിലേക്ക് മാറും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതുപോലെ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സംഗതി നിങ്ങൾക്ക് പ്രോഫിറ്റ് വലുതുണ്ടാക്കി തരാനല്ല. നിങ്ങളുടെ ക്യാപിറ്റൽ പോകാതെ നിങ്ങൾ നമ്മുടെ ഒരു ട്രേഡറിന് ഫസ്റ്റ് വേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അത് 1000 ആയിക്കോട്ടെ, 1,00,000 ആയിക്കോട്ടെ, എത്രയായിക്കോട്ടെ, ആ ക്യാഷ് അത് ക്യാഷും കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി, ഇപ്പോൾ 1,00,000 ആണെങ്കിൽ 1,00,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അത് ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുക. അത് വിഡ്രോ ചെയ്യുക, 1,00,000 റുപ്പീസ് വിഡ്രോ ചെയ്യുക ഫ്രം ദ മാർക്കറ്റ്. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്യൂട്ടി. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. അതങ്ങോട്ട് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ ഈ 1:3, 1:2.5 ഇങ്ങനെയുള്ള റിസ്ക്കൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ ചെയ്യാം, ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോസ് എന്ന് പറയുന്ന സംഗതി വളരെ കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? വളരെ വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് ലോസ് എന്ന് പറയുന്ന സാധനം. മനസ്സിലായോ? ഇനി 6 ദിവസം എന്നുള്ള 7 ദിവസം ആവുകയാണെങ്കിലോ ഇവിടുന്ന് ഒരു 500 റുപ്യ കൊണ്ട് പോകും. പിന്നെ 500 റുപ്യ കിട്ടും അവിടെ. 10 ദിവസത്തിൽ 7 ദിവസം ലോസും, ഇവിടെ 500 റുപ്യ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലേ? അപ്പം അതാണ് നിങ്ങൾ ഇത് നന്നായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശരി എന്നാൽ. ഗുഡ് നൈറ്റ്.